إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടരായ അടിയാന്മാരെ സംബന്ധിച്ച് അല്ലാഹു തആല വിവിധ സ്ഥലങ്ങളിൽ അവന്റെ ഖുർആനിൽ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ വിശിഷ്യ ഇന്ന് വെള്ളിയാഴ്ചയിലെ ആദ്യത്തെ സുബ്ഹി നിസ്കാരത്തിലെ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ കേട്ട സൂറത്തു സജ്ദയിലെ 15-16 ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ അബറാറിയങ്ങളായ പുണ്യവാന്മാരായ സ്വർഗത്തിന്റെ അഹ്ലുകാരായ ആളുകളുടെ ചില ലക്ഷണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം. അതിലൊന്നാമത്തെ ഗുണമായി അല്ലാഹു തആല പറഞ്ഞതാണ്. അതായത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ ശരിയായി വിശ്വസിക്കുന്ന ആളുകളുടെ വിശിഷ്ട ലക്ഷണങ്ങളായി റബ്ബുൽ ഇസ്സത്ത് സൂറത്തു സജ്ദയിലെ 15-16 ആയത്തുകളിലൂടെ പഠിപ്പിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ അറിയോ? ഒന്നാമത്തെ ഗുണം, ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം. തീർച്ചയായും നമ്മുടെ ആയാത്തുകളിൽ വിശ്വസിക്കുന്നത് ഇവർ മാത്രമാണ്. ആര്? അതായത് അവ മുഖേന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ, ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ, വഅദ് നടത്തപ്പെട്ടാൽ അവര് സുജൂദ് ചെയ്യുന്നവരായി അവർ നിലംപതിക്കും, സുജൂദിലായി അവർ വീഴും. മാത്രമല്ല, അവര് തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യും, തസ്ബീഹും തഹ്മീദും നടത്തും എന്നാണ്. ഇവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നാണ്. ഇത് നമ്മൾ ഓതിപ്പോയ ആയത്തിനകത്തുള്ളതാണ്. സുബ്ഹാനക അലീം. അള്ളാന്റെ ആയാത്തുകളിൽ വിശ്വസിക്കുന്ന വിഭാഗത്തിന്റെ ഒന്നാമത്തെ ഗുണം അതാണ്.
പ്രിയമുള്ളവർ, അള്ളാഹുവിന്റെ ആയത്തുകൾ മുഖേന, ദൃഷ്ടാന്തങ്ങൾ മുഖേന, ഖുർആൻ വചനങ്ങൾ മുഖേന ഉപദേശം നൽകപ്പെട്ടാൽ ശ്രദ്ധിച്ചു കേൾക്കും. അവർ ഭക്തി ബഹുമാനത്തോടുകൂടി അതനുസരിക്കുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതനുഷ്ഠിക്കുകയും ചെയ്യും. ഇത് അംബിയ മുർസലിങ്ങളുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. അവരുടെ അനുയായികളായി തീരുന്നവരുടെയും സ്വഭാവമാണത്. എന്താണ് പ്രവാചകന്മാരുടെ പ്രത്യേകത? 19-ാമത്തെ അധ്യായം സൂറത്ത് മറിയം, അതിന്റെ 58-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا سبحانك يا عظيم. അല്ലാഹു തആല പറയാണ്, അല്ലാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള പ്രവാചകന്മാർ എത്രയവർ? ആദമിന്റെ സന്തതികളിൽപ്പെട്ടവരും, നൂഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരിൽപ്പെട്ടവരും, ഇബ്രാഹിമിന്റെയും ഇസ്രായേലിന്റെയും അഥവാ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും സന്തതികളിൽപ്പെട്ടവരും, നാം നേർവഴിയിലാക്കുകയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽപ്പെട്ടവരും അത്രയവർ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, റഹ്മാനായുള്ളവന്റെ ആയത്തുകൾ, തെളിവുകൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന പക്ഷം സുജൂദ് ചെയ്യുന്നവരും കരയുന്നവരുമായിക്കൊണ്ട് അവര് താഴെ വീഴുന്നതാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇതേ സംഗതി തന്നെ നമുക്ക് പരിചയമുള്ള മറ്റൊരായത്തിലുണ്ട്. 25-ാമത്തെ അധ്യായം സൂറത്തു അൽ ഫുർഖാൻ 73-ാമത്തെ ആയത്ത്. അവിടെ ഉള്ളതെന്നറിയോ? റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഗുണങ്ങളിൽ ഒന്നായി എന്തായത്? വല്ലദീന യബീതൂന ലിറബ്ബിഹിം, ക്ഷമിക്കണം, والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. തങ്ങളുടെ റബ്ബിന്റെ വചനങ്ങൾ മുഖേന ഉപദേശം നൽകപ്പെട്ടാൽ, ദിക്ർ നൽകപ്പെട്ടാൽ ബധിരന്മാരും അന്ധന്മാരുമായി കൊണ്ട് അതിന്മേൽ ചാടി വീഴാത്തവരുമാകുന്നു അവർ. അങ്ങനെ പറഞ്ഞാൽ എന്താ? അവിശ്വാസികളും കപടവിശ്വാസികളും ചെയ്യാറുള്ളത് പോലെ ആയത്തുകൾക്ക് നേരെ അശ്രദ്ധയും അവഗണനയും അവർ കാണിക്കുകയില്ല. നേരെ മറിച്ച് കണ്ണും കാതും കൊടുത്ത് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ബഹുമാനത്തോടുകൂടി അത് സ്വീകരിക്കുകയും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആവേശം അവർ കാണിക്കുകയും ചെയ്യുമെന്നാണ്. ഈ ആയത്തിന് വിരിക്കുന്നിടത്ത് മഹാനായ ഖത്താദ റഹിമഹുല്ലാഹ് പറയാണ്, ഖൗലുഹു തആല വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന എന്ന് പറഞ്ഞാൽ യഖൂലു ലം യസിമ്മു അനിൽ ഹഖ് വലം യഅമു ഫീഹി ഫഹും വല്ലാഹി ഖൗമുൻ അഖലു അനില്ലാഹ് വൻതഫഉ ബിമാ സമിഉ മിൻ കിതാബിഹി. ഈ ആയത്ത് അതായത് തങ്ങളുടെ റബ്ബിന്റെ വചനങ്ങൾ മുഖേന ഉപദേശം നൽകപ്പെട്ടാൽ ബധിരന്മാരും അന്ധന്മാരുമായി അതിന്മേൽ ചാടി വീഴാത്തവരാകുന്നു അവർ എന്ന് പറഞ്ഞാൽ മഹാനായ ഖത്താദ റഹിമഹുല്ലാഹ് പറയാം, അതായത് അവ അന്ധരോ ആയിരുന്നില്ല, സത്യം സ്വീകരിക്കുന്നിടത്ത് ചെവി കേൾക്കാത്തവരും കണ്ണ് കാണാത്തവരുമായിരുന്നില്ല. അവർ അള്ളാഹുവിന്റെ വാക്കുകളെ ഗ്രഹിക്കുകയും അവന്റെ കിതാബിൽ നിന്ന് കേട്ടതിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്ത ഒരു ജനതയാണ്. ആയത്ത് കേട്ടാൽ അത് ശ്രദ്ധിച്ചു കേൾക്കും, പിന്നെയോ ആയത്ത് പഠിക്കും, പിന്നെയോ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് അള്ളാഹുവിന്റെ അടിമകളുടെ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിന്റെ കൂടെ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യത്തെ അവർ ഒഴിവാക്കുന്നു. അതാ രണ്ടാമത്, വഹും ലാ യസ്തക്ബിറൂൻ. അവർ രണ്ടാമത്തെ ഗുണം അതാണ്.
അവർ കിബിർ നടിക്കൂല, അഹംഭാവം നടിക്കൂല എന്നാണ്. അവർ ഗർവ് നടിക്കൂല. അതായത് സത്യത്തോടും ഉപദേശത്തോടും ആദരവ് സ്വീകരിക്കും, വാക്കിലും പെരുമാറ്റത്തിലും വിനയം കാണിക്കും. ഇതാണ് അവരുടെ സ്വഭാവം. ധിക്കാരം, മർക്കടമുഷ്ടി, കുതർക്കം, ദുർവ്യാഖ്യാനം, പൊങ്ങച്ചം, സത്യത്തോടും ന്യായത്തോടും അവഗണന ഇത്യാദി വൃത്തികേടുകളൊന്നും അവരെ ബാധിക്കൂല. മാത്രമല്ല, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും നോക്കുവാനോ അതനുസരിക്കുവാനോ തയ്യാറാകാത്ത, അത് കേൾക്കാൻ പോലും തയ്യാറാകാത്ത, അതിന്റെ നേരെ പരിഹാസവും പ്രതിഷേധവും പ്രകടിപ്പിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് എന്നതുകൂടിയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ റബ്ബുൽ ഇസ്സത്ത് 31-ാമത്തെ അധ്യായം, നമ്മളിപ്പോ വായിച്ചത് 32-ാം അധ്യായം. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞറിയോ, വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഉഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അത്തരം ഒരാൾക്ക് നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നതാണ്. എങ്ങനെ? അവനത് കേട്ടിട്ടില്ലാത്തതുപോലെ. കഅല്ലം യസ്മഉഹാ. നമ്മുടെ ഉമ്മത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം എങ്ങനെയാണ്, ആയത്ത് കേട്ടാലും കേൾക്കാത്തതുപോലെ തിരിഞ്ഞു പോകും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അവന്റെ 2 കാതുകളിലും അടപ്പുള്ളതുപോലെ, കേൾക്കാതിരിക്കാൻ ഒരു തടസ്സമുള്ളതുപോലെ. എന്താണ് അവന്റെ ആഖിബത്തെന്നറിയോ? ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. നബിയേ, ആകയാൽ നിങ്ങൾ അവന് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുകയാണ്. വല്ലാത്തൊരു പരിഹാസത്തിന്റെ ശൈലിയാണ് അള്ളാഹ് സ്വീകരിച്ചത്. ആർക്ക്? അള്ളാഹിന്റെ ആയത്ത് കേട്ടിട്ട് അതീന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക്. ഇത് എത്ര സ്ഥലത്താ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നറിയോ? ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. സൂറത്ത് ഹജ്ജിന്റെ 8-9 ആയത്തുകളും ഇതേപോലെ കാണും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് വഹും ലാ യസ്തക്ബിറൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും അഹങ്കാരം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമല്ല. അഹങ്കാരം അള്ളാഹു ഇഷ്ടപ്പെടൂല. അത് അള്ളാഹു പറഞ്ഞതാണ്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ. അവൻ കിബറന്മാരെ ഇഷ്ടപ്പെടൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ തൊട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ തൗബഹു ഖുയലാ. അഹങ്കാരത്തോടെ തന്റെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവനെ അള്ളാഹു നോക്കുകയില്ല. അഹങ്കാരം വരുന്ന വഴികളുണ്ട്. ആരോഗ്യത്തിൽ വരാം, സമ്പത്തിൽ വരാം, വസ്ത്രത്തിൽ വരാം, വീടുകളിൽ വരാം, ജോലിയിൽ വരാം, ശമ്പളത്തിൽ വരാം, പലയിടങ്ങളിൽ വരാം. അതിനൊരു ഉദാഹരണമാണ് വസ്ത്രം. അള്ളാഹ് നോക്കൂല. മാത്രമല്ല, ഒരു ഉദാഹരണം കൂടി നബി പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. ഇത് ഇമാം മുസ്ലിമിന്റേതാണ്, 2085. ഇമാം ബുഖാരി 5789-ാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, بينما رجل يمشي في حلة تعجبه نفسه مرجل جمته إذا خسف الله به فهو يتجلل إلى يوم القيامة والله المستعان. വല്ലാത്തൊരു വാക്കാണ്. ഒരാള് മുമ്പ് കാലത്ത് തലയിൽ എണ്ണ തേച്ച് മിനുക്കി വസ്ത്രം ധരിച്ച് അഹങ്കാരത്തോടുകൂടി നടക്കുകയായിരുന്നു. പൂർവികരിൽപ്പെട്ട ഒരാളുടെ കഥ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്രായേലി സമൂഹത്തിലോ മറ്റോ അല്ലാഹു തആല അയാളെ ഭൂമിയിലേക്ക് താഴ്ത്തി. ഇത് ഖസഫല്ലാഹു ബിഹി, ഖാറൂനിനെ താഴ്ത്തിയതുപോലെ. എന്താ അയാളുടെ പ്രത്യേകത എന്നറിയോ? ഫഹുവ യതജല്ലലു ഇലാ യൗമിൽ ഖിയാമ. അയാളുടെ അഹങ്കാരമാണ് അയാളെ ഭൂമിയിലേക്ക് താഴ്ത്തിയത്. ആ അഹങ്കാരത്തിന്റെ ശിക്ഷ എന്താണെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ അയാൾ ഭൂമിക്കടിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ചില വായനയിലുള്ളത് അയാൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. വല്ലാഹു അലം. അള്ളാന്റെ റസൂല് മുത്തകബ്ബിരീങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ നമ്മൾ ബേജാറായി പോവും. യുഹ്ശറുൽ മുത്തകബ്ബിരീൻ യുഹ്ശറുൽ മുത്തകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലദ്ദർരി ഫീ സുവരി റിജാലി യഗ്ശാഹുമുദ് ദുല്ലു മിൻ കുല്ലി മകാൻ. അഹങ്കാരികളെ നബി പറയാണ്, അന്ത്യനാളിൽ മനുഷ്യരുടെ രൂപത്തിലും ഉറുമ്പുകളുടെ വലിപ്പത്തിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതാണ്. എങ്ങനെ? മനുഷ്യരുടെ രൂപത്തിലും ഉറുമ്പുകളുടെ രൂപത്തിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതാണ്. എല്ലാ ഭാഗത്തു നിന്നും നിന്ദ്യത അവരെ മൂടിയിരിക്കുമെന്നാണ്. ഇത് ഗൗരവമുള്ള കാര്യമാണ്.
അഹങ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകള് ചില വിഷയത്തിൽ മാത്രം ഒതുക്കി വെക്കുന്നതാണ്. എന്നാൽ കിബർ എന്ന് പറഞ്ഞ നബി പറഞ്ഞു അൽ കിബറു, നബി എന്നിട്ട് നിർവചനം പറഞ്ഞു അൽ കിബറു ബതറുൽ ഹഖ് വഅംതുൻ നാസ്. കിബർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഹഖിനെ നിരാകരിക്കലാണ്. വഅംതുൻ നാസ്, ജനങ്ങൾ അവഗണിക്കലാണ്. ഓനാരപ്പത് പറയാൻ, അല്ലെ അയാളാരെ ഉപദേശിക്കാൻ, അല്ലെ അയാൾ ഉപദേശിച്ചപ്പോ ഞാൻ നന്നാവോ എന്നൊക്കെ ചോദിക്കുന്ന ചില ശൈലികളുണ്ട്. ചില ആളുകള് അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ന്യൂനത, ദീനിനെതിരായത് മറ്റൊരാളിൽ കണ്ടാൽ അത് സൂചിപ്പിച്ചാൽ പരസ്പരം മറ്റുള്ളവരെ മുന്നിൽ പരിഹസിക്കുന്ന, ഇയാളെ കുറിച്ച് പരിഹസിക്കുന്ന, ഞാനിങ്ങനെ ആരോഗ്യത്തോട് ജീവിക്കുന്ന കാലത്ത് ട്രൗസർ ഇട്ട് നടന്നിന്ന് ചെറുക്കനാവൻ, ഓനപ്പ എന്നെ ഉപദേശിക്കണത്, പരിഹസിക്കുന്ന ആൾക്കാരാണ്. വളരെ ഗൗരവമാണത്. ദീൻ ആര് പറഞ്ഞാലും, അഥവാ പറയാൻ യോഗ്യതയുള്ള ആര് പറഞ്ഞാലും, അതെത്ര ചെറിയ കുട്ടിയാവട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിബർ നടിക്കാൻ പാടില്ല. അത് തെറ്റാണ്, ഇത് ഇസ്ലാമിനെതിരാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അവരുടെ ഒരു ഗുണം, അവർ അഹങ്കരിക്കൂല എന്നാണ്. മൂന്നാമത്തെ ഗുണം എന്താണത്? ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇടയ്ക്കിടക്ക് വിട്ടുപോകുന്ന ഒരു സംഭവമാണ്. അല്ലാഹു പറയാണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് നിസ്കരിക്കുന്നതിന് വേണ്ടി, അവിടെ ദുആ എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞ നിസ്കാരമാണ്, പ്രാർത്ഥിക്കുന്നത് വേണ്ടി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവിടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ അവർ രാത്രി സമയത്ത് സാധാരണ ആളുകളെ പോലെ ഉറക്കിൽ കഴിഞ്ഞു പോകുന്നവരല്ല. അല്ലാഹു പറഞ്ഞാൽ നിദ്രയിൽ മുഴുകി സമയം കഴിക്കൂല എന്നാണ്. പിന്നെ അവർക്ക് രാത്രി എന്താ പണി? രാത്രി അവര് ദിക്റിൽ, തസ്ബീഹിൽ, ദുആയിൽ, നിസ്കാരത്തിൽ ഇങ്ങനെ വ്യാപൃതരായി രാത്രിയുടെ അധിക സമയവും അവരെന്ത് ചെയ്യും? അവർ ഉറക്കത്തെ മാറ്റിവെക്കുന്നവരാണ്. അത് അവരുടെ ഒരു ഗുണമാണ്. മൂന്നാമത്തെ ഗുണം, അള്ളാന്റെ അടിമകളുടെ മൂന്നാമത്തെ ഗുണം. കാരണം അവർ രാത്രി നിസ്കരിക്കുന്നവരാണ്. പൊതുവെ രാത്രിയുടെ ആദ്യ ആമത്തിൽ ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ അവര് ഇബാദത്തിലാണ്. ഇതിന് അള്ളാഹ് 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിന്റെ 17-18 പറഞ്ഞു എന്താ? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അവരെവിടെയാ? സുജൂദിലാണ്, ഖിയാമിലാണ്. അതന്നെ റബ്ബ് പറഞ്ഞത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. സൂറത്ത് ഫുർഖാൻ 64-ൽ തങ്ങളുടെ റബ്ബിന് സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നിസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരുമാകുന്നു അവർ. അള്ളാഹുവിന്റെ അടിയാന്മാരുടെ, റബ്ബിന്റെ ഇഷ്ടദാസന്മാരുടെ മൂന്നാമത്തെ ഗുണമായി സൂറത്തു സജ്ദയിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് അവർ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാണെന്നാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രാത്രി നിസ്കാരത്തിന്റെ കൽപ്പനയും പ്രേരണയും ധാരാളം, അത് നൽകുന്ന ധാരാളം ആയത്തുകളും ഹദീത്തുകളും പ്രമാണങ്ങളും നുസൂസുകളും നമുക്ക് കാണാൻ പറ്റും. ആയത്തുണ്ട്, ഹദീത്തുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ രാത്രി നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന നിരവധി ആയത്തുകൾ കാണാൻ പറ്റും. അള്ളാന്റെ ഖുർആനിൽ കാണാ സൂറത്തു നിസാഇന്റെ ആലു ഇമ്രാന്റെ 113 ലൈസു സവാഅ, അവരെല്ലാം ഒരുപോലെയല്ല. മിൻ അഹ്ലിൽ കിതാബ് ഉമ്മത്തുൻ ഖായിമ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ. നേർമാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു സമൂഹം അഹ്ലി കിതാബിലുണ്ട്. വേദക്കാരെ കുറിച്ച് പറയാണ്, രാത്രി സമയങ്ങളിൽ സുജൂദിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അല്ലാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നതാണ്. രാത്രി നിസ്കരിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് മുൻഗാമികളിൽ നിന്ന്. അതുപോലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിന്റെ 9-ാമത്തെ ആയത്തിൽ കാണാം അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ് ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അതല്ല, ആഖിറത്തെ പറ്റി ജാഗ്രത പുലർത്തുകയും തന്റെ റബ്ബിന്റെ കാരുണ്യം ആശിക്കുകയും ചെയ്തുകൊണ്ട് സുജൂദ് ചെയ്തും ഖിയാമിലായും നിന്ന് രാത്രി നിസ്കരിക്കുന്ന, കീഴ്വണക്കം ചെയ്യുന്ന ആളാണോ ഉത്തമൻ, അതല്ല കാഫിറുകളാണോ എന്നാണ്. ഇതിന്റെ മുമ്പുള്ള ആയത്തും ശേഷമുള്ള ആയത്തും ഇതിനോട് ബന്ധമുള്ളതാണ്.
സത്യനിഷേധികളാണോ ഉത്തമർ? അതല്ല, ആഖിറത്തെ ഭയന്ന് സുജൂദിലായി ഖിയാമിലായി അള്ളാഹുവിന്റെ മുന്നിൽ രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്നവരാണ് ഉത്തമൻ. ഖുൽ പറയ നബി, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാര് മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുള്ളൂ. ശരിക്കും ഇവിടെ ബുദ്ധിയുള്ളവരുടെ ലക്ഷണമായിട്ട് പഠിപ്പിച്ചെന്തറിയോ? രാത്രി നിന്ന് നിസ്കരിക്കലാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര സ്ഥലത്താ സൂറത്ത് ഇസ്രാഇന്റെ 79 കാണാം, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നബിയോട് പറയാണ്, രാത്രിയിൽ നിന്ന് അല്പസമയം താങ്കൾ ഉറക്കമുണർന്ന് അതുമായി നിസ്കരിക്കണം. നിസ്കാരം ഖുർആൻ ഓതി നിസ്കരിക്കണം. അത് താങ്കൾക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു. നിന്റെ റബ്ബിന് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം, മഖാമം മഹ്മൂദ. അത് കിട്ടാനാണ് നമ്മൾ പറയണത്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല മഖാമം മഹ്മൂദ. ഈ മഖാമം മഹ്മൂദ് ഞങ്ങളുടെ നബിക്ക് കിട്ടണം. അതിനെ നമ്മൾ പ്രാർത്ഥിക്കണത്. അവിടെ ആലോചിച്ച് നോക്കി, എത്ര അത്ഭുതം. അതുകൊണ്ട് തന്നെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദാസൻ പ്രത്യേകതയാണ്, സാലിഹീങ്ങളുടെ പ്രത്യേകതയാണ്. ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിസ്കാരം നിർവഹിച്ചു എന്ന് മാത്രമല്ല, ആ നിസ്കാരം നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുടുംബത്തെയും സഹാബത്തിനെയും നിർബന്ധിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ നബി അലി ഇബ്നു അബി താലിബും ഫാത്തിമ ബീവിയും കിടക്കുന്ന വാതിൽക്കൽ മുട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും രാത്രി നിസ്കരിക്കണല്ലേ എന്ന്. അപ്പൊ അലി ഇബ്നു അബി താലിബ് പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് അൻഫുസനാ ബിയദില്ലാ ഫഇദാ ശാഅ അൻ യബ്അസനാ ബഅസനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ആത്മാക്കൾ അള്ളാഹിന്റെ കരങ്ങളിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ ഞങ്ങളെ പുനരുജ്ജീവിക്കുക, അതായത് എഴുന്നേൽപ്പിക്കുന്നതാണ്. ഇത് കേട്ടപ്പോ നബി തിരിഞ്ഞുപോയി. തിരിഞ്ഞു പോകുമ്പോ നബി പറഞ്ഞെന്തറിയോ? നബി പറഞ്ഞ വാക്ക് ഫൻസറഫ ഹീന ഖുൽന ദാലിക വലം യർജിഅ ഇലയ്യ ശൈഅൻ ثم سمعته وهو مولٍ يضرب فخذه وهو يقول وكان الانسان اكثر شيء جدلا. നബി ഒന്നും പറഞ്ഞില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല, തിരിഞ്ഞുപോയി. തിരിഞ്ഞു പോകുമ്പോ നബി പറഞ്ഞു, മനുഷ്യൻ വലിയ താർക്കികൻ തന്നെ എന്ന ആയത്ത് നബി ഇങ്ങനെ ഊതിക്കൊണ്ട് തിരിച്ചു പോയതാണ്. ആരെ വിളിക്കണറിയോ? മോളെയും മരുവനെ വിളിക്കാൻ. സുബ്ഹാനല്ലാഹ്. അവിടെ നബി കുടുംബത്തിൽ അത് പാലിക്കണം. ഏത്? രാത്രി നിസ്കാരം കുടുംബത്തിൽ പാലിക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരം ശീലമില്ലാത്തവരൊക്കെ വിളിക്കും. മാത്രമല്ല, അത് ശീലമാക്കിയവരെ, രാത്രി നിസ്കാരം ശീലമില്ലാത്തവരൊക്കെ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ അത് പതിവാക്കിയവരെ നബി മഹത്വപ്പെടുത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മൾ ആയിഷ ബീവി പറയാണ്, ആയിഷ തഹജ്ജദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി ഫസമിഅ സൗത അബ്ബാദിൻ യുസല്ലി ഫിൽ മസ്ജിദ്. രാത്രി നിസ്കരിക്കാൻ വേണ്ടി നബി എഴുന്നേൽക്കാണ്. അപ്പൊ പള്ളിയിന്ന് ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കുന്ന അബ്ബാദ് ബിൻ മിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടപ്പോ നബി ചോദിച്ചു, യാ ആയിഷ അസൗതു അബ്ബാദിൻ ഹാദാ, അത് അബ്ബാദിന്റെ ശബ്ദമല്ലേ? ഖുൽതു നഅം. നബി പറഞ്ഞു, അതെ. ഖാല അല്ലാഹുമ്മ റഹം അബ്ബാദൻ. നബി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ റഹം അബ്ബാദൻ. അല്ലാഹുവേ, അബ്ബാദിനെ നീ കാരുണ്യം ചൊരിയണം. എന്തിനറിയോ? അബ്ബാദ് രാത്രി നിസ്കരിച്ചു. നബി പറഞ്ഞൊരു വാക്കുണ്ട്, യാ അബ്ദുല്ലാ, അബ്ദുല്ലാ ലാ തകുൻ മിസ്ല ഫുലാൻ, നീ ഒരാളെ പോലെ ആകരുത്. എന്താ? രാത്രി കുറെ കാലം നിസ്കരിച്ചിട്ട് പിന്നെ അത് പാടെ ഉപേക്ഷിച്ച ഒരുത്തനെ പോലെ നീ ആകരുതേ അബ്ദുല്ലാ. മഹാനായ സഹാബിയോട് നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മാസക്കാലയളവിൽ നമ്മൾ രാത്രി നിസ്കരിച്ചവരാണ്. ഇപ്പൊ നമ്മുടെ ഹാലെന്താ? അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ രാത്രി നിസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷം പിന്നീട് അത് തുടരുകയും സുബ്ഹി വരെ അതിന് സമയമുണ്ട്. ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും ഏത് സമയമാണ് നമുക്ക് അനുകൂലമാകുക, ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. അള്ളാഹുവിന്റെ അടിയാന്മാരുടെ ഗുണങ്ങളായി ഈ 2 ആയത്തുകളിലും പഠിപ്പിച്ചതിൽ 3 നമ്മൾ പറഞ്ഞത്. 3 പറഞ്ഞതിന്റെ കൂടെ അവർ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണെന്ന് പറഞ്ഞു പോവല്ലേ ചെയ്തു. എങ്ങനെ അവരെ നിസ്കാരം എന്നറിയോ? അതാണ് അവരെ 4ാമത്തെ ഗുണം. എന്താ? ഖൗഫൻ വതമഅ. അങ്ങനെ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണത്? ഖൗഫൻ വതമഅ, ഭയത്തോടും പ്രതീക്ഷയോടും കൂടി, ആശിച്ചും പേടിച്ചും അവർ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുന്നവരാണെന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അവിടുന്ന് പറഞ്ഞു, യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അവർ അള്ളാഹുവിന്റെ മുന്നിൽ എങ്ങനെയാണ്? യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. ഖാല ഇബ്നു അബ്ബാസ് ഖൗഫൻ മിനൻ നാർ. എങ്ങനെ നിസ്കരിക്കണത്? നരകത്തെ കുറിച്ച് ഓർത്തിട്ട് പേടിച്ചിട്ടും, വതമഅൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തെ കുറിച്ച് ഓർത്തിട്ട് പ്രതീക്ഷയോടുകൂടിയും. അല്ലാഹു അക്ബർ. നമ്മളെ രാത്രി നിസ്കാരം അങ്ങനെയാണോ എന്ന് ആലോചിക്കണം. അതുപോലെ വീണ്ടും കാണാൻ ആയത്തിൽ യദ്ഊന റബ്ബഹും ഖൗഫൻ എന്ന് പറഞ്ഞാൽ മിൻ അദാബിഹി, അവന്റെ ശിക്ഷയെ പറ്റി പേടിച്ചുകൊണ്ട് അവർ നിസ്കരിക്കുന്നത്. വതമഅൻ ഫീ റഹ്മതിഹി വസവാബിഹി, അവന്റെ കാരുണ്യത്തെയും പ്രതിഫലത്തെയും ആശിച്ചുകൊണ്ടാണ് അവർ രാത്രി നിസ്കരിക്കുന്നത്. ആശിച്ചുകൊണ്ട്. അപ്പൊ ഭയം ശിക്ഷയെക്കുറിച്ചാണ്, നരകത്തെക്കുറിച്ച് ഓർത്താണ്. പ്രതീക്ഷ അള്ളാഹിന്റെ സ്വർഗത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും അവന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർത്താണ്. ഇത്തരം വിഷയങ്ങൾ ധാരാളമായി മുഫസ്സിറുകൾ പൂർവികരെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഭയത്തോടെയും ആശയോടും കൂടി അവര് പ്രാർത്ഥനകളും ഇബാദത്തുകളും ഒക്കെ നടത്തും. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ അള്ളാഹിന്റെ ശിക്ഷക്കും ശാപകോപങ്ങൾക്കും ഇടയായേക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. അതേസമയം തന്നെ അള്ളാഹു ഞങ്ങളുടേത് സ്വീകരിക്കുമെന്ന ഒരു പ്രതീക്ഷയും അവരിലുണ്ടെന്ന്. ശരിക്കൊരു വിശ്വാസിയിൽ ഇത് രണ്ടും ഒരുപോലെ ഉണ്ടാകണമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാണാൻ പറ്റും. ഭയവും പ്രതീക്ഷയും ഒരാളിൽ ഉണ്ടാകണമെന്ന്. അത് രണ്ടും ഒരുപോലെയാണോ? അല്ല. ഭയത്തെക്കാൾ ഒരല്പം പ്രതീക്ഷ മുന്തി നിൽക്കണമെന്നാണ് അഖീദ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കണം. ഇത് 3 കാര്യം, ഭയം, പ്രതീക്ഷ, മഹബ്ബ, ഇത് 3 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴേ ജീവിതം ശരിയായ രീതിയിലാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ ആലോചിക്കാൻ, ഭയവും പ്രതീക്ഷയും എവിടെ കണ്ടെന്ന് അറിയുന്നത്? എവിടെ കണ്ട്? ഒരുപാട് സ്ഥലത്ത് വിഷയങ്ങൾ കാണാൻ സാധിക്കും. ഒരാളിങ്ങനെ മരിക്കാൻ കിടക്കാൻ, ആ മരിക്കാൻ കിടക്കുന്ന ആളെടുത്ത് നബി പ്രവേശിച്ചിട്ട് നബി ചോദിച്ചു, കൈഫ തജിദുക, എങ്ങനെയുണ്ട് താങ്കൾക്ക്, എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, വല്ലാഹി യാ റസൂലല്ലാഹ്, ഇന്നി അർജുല്ലാഹ് വ ഇന്നി അഖാഫു ദുനൂബി. എനിക്ക് എന്റെ അല്ലാഹുവിൽ പ്രതീക്ഷ ഉണ്ടെന്നാണ്, അതോടൊപ്പം എന്റെ പാപങ്ങളെ ഞാൻ ഭയക്കുകയും ചെയ്യുന്നു. ഈ ഒരു ബോധം നമുക്കുണ്ടാണ്. നബി പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. ഒരടിമയുടെ ഹൃദയത്തിൽ ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇവ രണ്ടും അഥവാ ഭയവും പ്രതീക്ഷയും ഒന്നിച്ചു വന്നാൽ അയാൾ പ്രതീക്ഷിക്കുന്നത് അല്ലാഹു അയാൾക്ക് നൽകുകയും അയാൾ ഭയപ്പെടുന്നതിൽ നിന്ന് അല്ലാഹു അയാൾക്ക് നിർഭയത്വം നൽകുകയും ചെയ്യാതിരിക്കൂല. ഇമാം തിർമിദി 983 നമ്പർ ഹദീസായിട്ട് ഉദ്ധരിക്കുകയാണ്. ചെറുപ്പക്കാരന്റെ വിഷയത്തിൽ നബി പറഞ്ഞതാണ്, എന്താണോ പേടിക്കുന്നത് അതിൽ നിന്ന് നിർഭയത്വം കിട്ടും, എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ലഭിക്കുമെന്നാണ്. എത്രത്തോളം നിറങ്ങൾ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇമാം ബുഖാരിയുടെ ശറഹായി ഇബ്നു ബത്താൽ റഹിമഹുല്ല ഉദ്ധരിക്കുന്നിടത്ത് കാണാം, തീർച്ചയായിട്ടും അല്ലാഹു തആല വൻ പാപങ്ങൾ പോലും പൊറുക്കുന്നവനാണ്. അതിനാൽ അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുതെന്നാണ്. അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. അടുത്ത വരി എന്താ പറയുക? അടുത്ത വരിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ വെച്ചാല്, അതുപോലെ ചെറുപാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കുന്നവനുമാണ് അവൻ.
ചെറുപാപങ്ങളുടെ പേരിൽ. അതുകൊണ്ട് അവന്റെ റഹ്മത്തും തിന്മകളുടെ ചെറുപ്പവും വിചാരിച്ച്, അള്ളാന്റെ കാരുണ്യം വിശാലാണല്ലോ, എന്നും നിന്റെ തിന്മയൊക്കെ ചെറുതല്ലേ എന്നും വിചാരിച്ച് നിങ്ങൾ വഞ്ചിതരാകുകയും ചെയ്യരുതേ എന്നാണ്. ഓക്കെ, നിങ്ങള് ഒരു വശത്ത് പ്രതീക്ഷയുണ്ട്, മറുവശത്ത് ഭയപ്പെടുത്തലുണ്ട്. ഇത് രണ്ടും ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. രണ്ടും ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വചനങ്ങൾ കാണാൻ പറ്റും. ഇത് നബിമാരുടെ സ്വഭാവമാണ്, പൂർവികരായ സാലിഹീങ്ങളുടെ സ്വഭാവമാണ്. എത്രത്തോളം എന്ന് വെച്ചാല് ഒരുപാട് മഹത്തുക്കളായ സാലിഹീങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്തൊക്കെ ഇത്തരം വിഷയങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കൽ അബൂ ഉസ്മാൻ അൽ-ഹിയരി റഹ്മഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സൗഭാഗ്യത്തിന്റെയും ദൗർഭാഗ്യത്തിന്റെയും അടയാളങ്ങൾ ശഖാവത്തും സആദത്തും എന്താണ് എന്ന് ചോദിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, സൗഭാഗ്യത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ അനുസരിക്കുകയും അവന്റെ അടുക്കൽ തള്ളപ്പെടുമോ എന്ന് ഭയപ്പെടലുമാണ്. നീ അള്ളാഹനുസരിക്കലും അവന്റെ അടുക്കൽ നീ തള്ളപ്പെടുമോ എന്ന് ഭയപ്പെടലുമാണ്. ഇത് സഹാബികളുടെ പ്രകടമായിരുന്നു. സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട സഹാബത്തിൽ പോലും ഇത് പ്രകടമായിരുന്നു. ഇനി ദൗർഭാഗ്യത്തിന്റെ അടയാളം എന്തറിയോ? അല്ലാഹു തആല കാക്കട്ടെ. നീ അള്ളാഹുവിനെ ധിക്കരിക്കുകയും എന്നാൽ അവന്റെ അടുക്കൽ സ്വീകാര്യനാകാൻ പ്രതീക്ഷിക്കലുമാണ്. കുഫറും ശിർക്കും മഅസിയത്തും വൃത്തികേടുകളും ജീവിതത്തിൽ കൊണ്ടുനടക്കുകയും എന്നിട്ട് അള്ളാന്റെ അടുത്ത് സ്വീകരിക്കാൻ നിങ്ങൾ ആലോചിച്ചൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ, അതാണ് ദൗർഭാഗ്യത്തിന്റെ അടയാളം. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഓരോ വാക്കും നമ്മളുമായി ബന്ധപ്പെടുത്തി ചേർത്ത് വായിക്കേണ്ടതാണ്. അഞ്ചാമത്തെ ഒരു ഗുണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂന. മുഅ്മിനീങ്ങളുടെ അഞ്ചാമത്തെ ഗുണമാണത് ഈ ആയത്തിൽ പറഞ്ഞ. എന്താണത്? അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുമെന്നാണ്. അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അറാദ ബിഹി അസ്സദഖത്തൽ മഫ്റൂദ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായ സദഖയാണ്, അഥവാ സക്കാത്താണ്. വഖീല ആമുൻ ഫിൽ വാജിബി വത്തതവ്വുഇന. വേറെ ചർച്ചയുണ്ട്, അത് രണ്ടിലും ഉപയോഗിക്കും. അത് തതവ്വുഇലും ഉണ്ടാവും, അതായത് സക്കാത്തും സദഖയും രണ്ട് നിലക്കും അതുണ്ടെന്നാണ്. ഫിൽ വാജിബി വത്തതവ്വുഇ എന്ന് തന്നെ തഫ്സീർ കാണാൻ സാധിക്കും. അഥവാ അവർക്കുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്ന പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടൊരു സക്കാത്ത് കൊടുക്കും, അല്ലാത്തവരോ അവർ സദഖയും കൊടുക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിനും തങ്ങൾക്കുമിടയിലുള്ള ബന്ധം അവർ യഥാവിധം നിറവേറ്റും. മറ്റ് സഹസൃഷ്ടികളുള്ള ബന്ധവും അവരെന്ത് ചെയ്യും? യഥാവിധം നിറവേറ്റും. പ്രിയമുള്ളവരെ, കഴിവനുസരിച്ച് ദാനധർമ്മങ്ങളും സഹായ സഹകരണങ്ങളും ചെയ്യുന്നതിൽ അവർക്ക് പിശുക്കോ യാതൊരു വൈമനസ്യം ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞ വാക്കതാണ്, വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിച്ചു വരുന്നവരും തടയപ്പെട്ടവരും ഒരു അവകാശമുണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായത്തിന്റെ 29 കാണാം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കിതാബ് ഓതുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടം. അള്ളാഹിന്റെ ഖുർആനിൽ എത്ര സ്ഥലത്ത്, സൂറത്ത് ബഖറയില് ഒരു 170 കഴിഞ്ഞ്, അല്ലെങ്കിൽ ക്ഷമിക്കണം 200 മേലെ ചില ആയത്തുകളിൽ നമ്മൾ ചെന്നാല് ഒരു 15-16 ആയത്തുകൾ മുഴുവനും സ്വതക്കയുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളാണ്. എത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ വിഷയത്തിൽ കാണാൻ പറ്റും. ഹദീത്തുകളിൽ വേറെയും കാണാൻ പറ്റും. പ്രിയമുള്ളവർ, അതുകൊണ്ട് തന്നെ സമ്പത്ത് എത്രയാണോ അല്ലാഹു നമുക്ക് തന്നത് അതിന്റെ 2.5% അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എത്രയാണോ കണക്ക് അല്ലാഹു നിശ്ചയിച്ചത് അത് നമ്മൾ സക്കാത്തായിട്ട് നൽകുക. അതല്ല സക്കാത്ത് നൽകാൻ അർഹതയില്ലാത്ത അല്ലെങ്കിൽ അതിന് അവകാശമില്ലാത്തൊരു സാധുവാണെങ്കിലും അയാൾക്ക് എന്താണോ അയാൾക്ക് കഴിയുന്നത് അത് നൽകുക. സ്വതക്കയുടെ ലോകത്തേക്ക് ഒരു മത്സരബുദ്ധിയോടെ നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റബ്ബുൽ ഇസ്സത്ത് ഈ വിശേഷണങ്ങളെ കൊണ്ടൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഈ 5 വിഭാഗം, 5 വിഭാഗം, ഈ 5 വിഭാഗത്തിലും ഉൾപ്പെടാനുള്ള ശ്രദ്ധ നമുക്ക് ഒരായത്തിലാണ്, 2 ആയത്തിൽ 15-16 ആയത്തുകളിലായി അള്ളാഹു പറഞ്ഞിരുന്നത് 5 വിശേഷണങ്ങളാണ്.
ഈ 5 വിശേഷണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിൽ അവസാനം പറഞ്ഞതാണ് സമ്പത്തിന്റെ കാര്യം. അത് പറഞ്ഞപ്പോൾ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കട്ടെ. നബി പറഞ്ഞൊരു വാക്കുണ്ട്. എന്നോട് നബി പറഞ്ഞു, അബൂബക്കർ തന്നെ പറയാണ്, എന്നോട് നബി പറഞ്ഞു, ലാ തുഈ ഫയൂഇ അല്ലാഹു അലൈഹി അർളഖി മസ്തതഅതിന. ആർക്കും നൽകാതെ നീ പണം ഭാണ്ഡത്തിലാക്കി വെക്കരുതെന്ന്. എങ്കിൽ അള്ളാഹും അങ്ങനെ ചെയ്യും. നീ സാധ്യമാകുന്നത്ര സ്വതക്ക നൽകുക എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ നിന്നൊരു ശതമാനം കൊടുക്കുക. നമുക്ക് പറ്റണത്ര. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലാത്ത നല്ല വാക്കെങ്കിലും പറയട്ടെ എന്നറിയില്ല, അവിടത്തേക്കെങ്കിലും വിശാലമായി എത്താനുള്ളൊരു മാനസിക തലം നമുക്കുണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. സൂറത്ത് സജ്ദയിലെ 15-16 ആയത്തുകളിലൂടെ അല്ലാഹു തആല വിവരിച്ച 5ഓളം ഗുണഗണങ്ങളുള്ള വിശിഷ്ടരായ അവന്റെ ദാസന്മാർ, ആ ദാസന്മാരുടെ വിശേഷണങ്ങളെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളൊന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് കൺകുളിർമയുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മാറ്റി തീർക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, സമാധാനം ചൊരിയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടേതായി ശരീഅത്ത് നിശ്ചയിച്ച വഖഫ് പോലുള്ള എല്ലാത്തിലും അല്ലാഹു നമുക്ക് അനുകൂലമായ വിധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തീവ്രവാദ, ഭീകരവാദ, വിധ്വംസക ശക്തികളിൽ നിന്നും ആളുകളിൽ നിന്നും അല്ലാഹു തആല ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഏതെല്ലാം വർഗീയവാദികളുണ്ടോ അതിൽ നിന്നൊക്കെ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد.